നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ധനുക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടം കാൽ ഈ നക്ഷത്ര ജാതകരുടെ 2025 ഓഗസ്റ്റ് മാസം 17-ാം തീയതി മുതൽ സെപ്റ്റംബർ 16 വരെയുള്ള ചിങ്ങമാസ ഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ചിങ്ങമാസ കാലഘട്ടം വളരെ ദൈവാധീനം ഏറിയ ഒരു കാലഘട്ടമാണ്. പലവിധ ഗുണാനുഭവങ്ങളും ഭാഗ്യാനുഭവങ്ങളും ഇവർക്ക് വന്നു ചേരുകയാണ്. എന്നാൽ ഇവരുടെ 4-ൽ ശനി സഞ്ചരിക്കുന്നതിനാൽ ആ ശനിക്ക് വക്രം കൂടിയുള്ള കാലഘട്ടമായതുകൊണ്ട് ഗൃഹത്തിൽ നിന്നും മാറി താമസിക്കേണ്ടതായ യോഗങ്ങൾ വന്നു ഭവിക്കുകയാണ്. അതായത് ഗൃഹം വിട്ട് അന്യദേശത്ത് പോകേണ്ടതായിട്ടുള്ള അവസ്ഥ, അല്ലെങ്കിൽ ജന്മവീട്ടിൽ നിന്നും മാറി താമസിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ മുതലായവയെല്ലാം ഈ കാലഘട്ടത്തിൽ ഇവർക്ക് അനുഭവിക്കേണ്ടി വരുന്നു. അതുപോലെ വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകുവാനും വിദേശത്ത് നിന്ന് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നവർക്ക് മടങ്ങി വരുവാനും അനുകൂലമായ ഒരു കാലഘട്ടം കൂടിയാകുന്നു ചിങ്ങമാസ കാലഘട്ടം. അതോടൊപ്പം വിവാഹാദി കാര്യങ്ങൾക്ക് അനുകൂലമായ അവസ്ഥയുണ്ടാകുകയും തൻ്റെതായ പാർട്ട്ണറിനെ കണ്ടുപിടിക്കുകയും ബിസിനസ്സിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ പലവിധ ഗുണാനുഭവങ്ങൾ വന്നു ചേരുകയും വിദേശത്തു നിന്നും ധനം വന്നു ചേരുകയും അതോടൊപ്പം പുതിയ വാഹനം വാങ്ങുവാനും ഗൃഹനിർമ്മാണം തുടങ്ങുവാനും അനുകൂലമായ ഒരു കാലഘട്ടമാണ് ചിങ്ങമാസ കാലഘട്ടം ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം. മിലിട്ടറി, പോലീസ് മുതലായവയുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിലിൽ അംഗീകാരവും അഭിവൃദ്ധിയും പ്രമോഷനും ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം. അതോടൊപ്പം PSC, SSC മുതലായ മത്സര പരീക്ഷകൾ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ലിസ്റ്റിൽ സ്ഥാനം നേടുവാൻ കഴിയുകയും ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ചിങ്ങമാസ കാലഘട്ടം. അതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ വിജയവും അംഗീകാരവും തുടർ പഠനത്തിനും അനുകൂലമായ കാലഘട്ടമാകുന്നു. മാതാപിതാക്കൾക്ക് നിലനിന്നിരുന്ന രോഗങ്ങൾക്ക് ശമനമുണ്ടാകുകയും മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ വാക്കുതർക്കത്തിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ നക്ഷത്ര ജാതകർ. അതോടൊപ്പം പലവിധ സഹായങ്ങൾ വന്നു ചേരുമെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് ആ സഹായങ്ങൾ ഉപകരിക്കുകയില്ല. പുതിയ പ്രണയബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കുകയും തുണി ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ബിസിനസ്സിൽ പലവിധ ഗുണാനുഭവങ്ങൾ വന്നു ചേരുകയും വ്യാഴൻ അനുകൂലസ്ഥിതനായതുകൊണ്ട് സർവേശ്വരകാരകന്റെ എല്ലാ അനുഗ്രഹവും ഈ നക്ഷത്ര ജാതകർക്ക് ഈ മാസം നിലനിൽക്കുന്നതാണ്. ആയതിനാൽ പരിഹാരമായി ശാസ്താവിന് നീരാഞ്ജനം നൽകുന്നതും അതോടൊപ്പം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണുവിന് പാൽപായസം നടത്തുന്നതും വളരെ ഉത്തമമാകുന്നു ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം. അതോടൊപ്പം ശിവക്ഷേത്ര ദർശനവും ശിവന് ജലധാരയും നടത്തുന്നത് വളരെ ഉത്തമമാകുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു.